സമാധാനമില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ ഇന്ന് സമാധാനത്തിനു വേണ്ടി ദാഹിക്കുന്നു. ലോകത്തിൽ പൊതുവെയും നമ്മുടെ രാജ്യത്തും അനേക കുടുംബങ്ങളിലും വ്യക്തികളിലും സമാധാനമില്ല. എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് സിവിൽ വാർ. ഓരോ മനുഷ്യനും രണ്ട് കാലിൽ നടക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധമാണ് എന്ന ഉദ്ധരണി എത്രയോ ശരിയാണ് എന്ന് തോന്നിപ്പോകും. ശരിയും തെറ്റും തമ്മിൽ, നീതിയും അനീതിയും തമ്മിൽ മനുഷ്യ മനസ്സിൽ തീരാത്ത യുദ്ധമാണ്. അസമാധാനം പരിഹരിക്കാൻ മനുഷ്യൻ ഇന്നും പരിശ്രമിക്കുന്നു. തെക്കേ അമേരിക്കയിലെ ചിലിയും അർജന്റീനയും അയൽ രാജ്യങ്ങളാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നു. നൂറുകണക്കിന് പട്ടാളക്കാർ രണ്ട് രാജ്യത്തിൻ്റെയും അതിർത്തിയിൽ അന്യോന്യം യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ 1903 ഡിസംബർ 24 വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. കാരണം ക്രിസ്തുമസ് 25 അവരന്യോന്യം യുദ്ധം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ദിവസത്തേക്ക് മാത്രം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അന്നത്തെ ദിവസം എല്ലാ പട്ടാളക്കാരും ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ അകലെ ദേവാലയങ്ങളിൽ മണിനാദം മുഴങ്ങുന്ന ശബ്ദം കേൾക്കാം. സംഗീതത്തിൻ്റെ മാറ്റുലികൾ ആ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ദൈവനിയോഗത്താൽ രണ്ട് ഭാഗത്തുമുണ്ടായ പട്ടാളക്കാർക്ക് ഒരു ചിന്തയുണ്ടായി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് സ്വർഗീയ ഗാനം മുഴങ്ങുമ്പോൾ അന്യോന്യം വെടിവെക്കാൻ തോക്കിൻ്റെ കാഞ്ചിയിൽ വിരൽ വെച്ചുകൊണ്ട് ഇനി എന്തിന് ജീവിക്കണം എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഈ യുദ്ധം എന്തിനാണ്? അങ്ങനെ ചില പട്ടാളക്കാർ ഒപ്പുശേഖരണം നടത്തി യുദ്ധം ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു. രണ്ട് ഭാഗത്തുമുള്ള പട്ടാളക്കാർ എഴുതി ഒപ്പിട്ടു. അവസാനം ഇത് രണ്ട് ഗവൺമെൻറ്റുകളുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തി. ഈ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ എന്നേക്കുമായി അവസാനിക്കുന്നു എന്ന് കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ അന്ന് ആ യുദ്ധം അവസാനിച്ചു എന്ന് വായിച്ചിട്ടുണ്ട്. സമാധാനത്തിൻ്റെ ആഘോഷങ്ങൾ ആ രണ്ട് രാജ്യങ്ങളിലും വൻതോതിൽ നടന്നു. യുദ്ധത്തിനായി പട്ടാളക്കാർ ഉപയോഗിച്ച പീരങ്കികളും തോക്കുകളും വെടിയുണ്ടകളും ഒന്നിച്ച് ശേഖരിച്ച് ഒരുക്കി തോളിൽ കുരിശു വഹിച്ചു നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മനോഹരമായൊരു പ്രതിമ അവരുണ്ടാക്കി. എല്ലാ പട്ടാളക്കാരും ഒരുമിച്ച് ചേർന്ന് അത് ചിലിയുടെയും അർജന്റീനയുടെയും അതിർത്തിയിലുള്ളൊരു പർവ്വതത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു വശത്ത് ഇങ്ങനെ എഴുതി: കർത്താവായ യേശുക്രിസ്തു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്നെഴുതിയിരിക്കുന്നു. സമാധാനമില്ലാത്ത വ്യക്തികൾ ഭാരം ചുമക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തട്ടെ. ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ പിന്നാലെ ഓടി നിരാശരാകുന്ന നമ്മുടെ ആധുനിക തലമുറ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നതുപോലെ അല്ല എന്ന് വാഗ്ദത്തം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അരികിൽ മടങ്ങി വരട്ടെ. ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്കും പ്രതീക്ഷിക്കാം, യുദ്ധങ്ങൾ അവസാനിക്കട്ടെ, സമാധാനം പുനഃസ്ഥാപിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988 022 1957.